യുദ്ധത്തിന് ഒരുങ്ങി യുദ്ധത്തിനിറങ്ങി തമിഴ്നാട് മുഖ്യമന്ത്രി തിരു എം.കെ. സ്റ്റാലിൻ. ഡീലിമിറ്റേഷന്റെ വിഷയത്തിൽ 7 സംസ്ഥാന മുഖ്യമന്ത്രിമാരെ ചെന്നൈയിലേക്ക് ക്ഷണിച്ച് നരേന്ദ്രമോദി സർക്കാരിനും കേന്ദ്രത്തിനുമെതിരെ പടപ്പുറപ്പാടിന് ഇറങ്ങിയിരിക്കുകയാണ് സ്റ്റാലിൻ. ഈ അവസരത്തിൽ നമ്മൾ എന്താണ് ഡീലിമിറ്റേഷൻ എന്നും ഡീലിമിറ്റേഷൻ കൊണ്ട് സൗത്ത് ഇന്ത്യക്ക് പ്രത്യേകിച്ച് ഉണ്ടാകുന്ന ദോഷങ്ങൾ എന്തൊക്കെയാണെന്നും അമിത്ഷാ കൊടുത്ത ഉറപ്പ് എത്രമാത്രം വിശ്വസനീയമാണ്, സ്വീകാര്യമാണ്, അല്ലെങ്കിൽ വിശ്വസനീയമാകേണ്ട കാര്യമുണ്ട് എന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സ്റ്റാൻഡ് എന്താവണം എന്നും തുടങ്ങിയ കാര്യങ്ങളാണ് നമ്മൾ നോക്കുന്നത്. ആദ്യം തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത, തമിഴ്നാട് മുഖ്യമന്ത്രി ശ്രീ എം.കെ. സ്റ്റാലിൻ 7 സംസ്ഥാന മുഖ്യമന്ത്രിമാരെയാണ് തമിഴ്നാട്ടിലേക്ക് വിളിച്ചിരിക്കുന്നത്. ബംഗാളിലെ മമതാ ബാനർജി, നമ്മുടെ കേരളത്തിലെ ശ്രീ പിണറായി വിജയൻ, പഞ്ചാബിലെ ഭാഗ്വന്ത് മാൻ, BJP റൂൾഡ് ഒഡീഷയുടെ മോഹൻ ചന്ദ്ര മാജി, അദ്ദേഹം ഒരിക്കലും അതിൽ പങ്കെടുക്കാൻ സാധ്യതയില്ല, പക്ഷേ അവരെ അടക്കം വിളിച്ചിട്ടുണ്ട്. അതോടൊപ്പം കർണാടകയിലെ സിദ്ധരാമയ്യ, തെലങ്കാനയിലെ റേവന്ത് റെഡ്ഡി, ആന്ധ്രാപ്രദേശിലെ ചന്ദ്രബാബു നായിഡു, അതോടൊപ്പം മുതിർന്ന നേതാക്കളെയും മറ്റും ചെന്നൈയിലേക്ക് മാർച്ച് 22-ന് ക്ഷണിക്കുകയും ഒരു കളക്റ്റീവ് കോഴ്സ് വേണമെന്ന് പറയുകയും ചെയ്യും. ഈ ഡീലിമിറ്റേഷൻ എന്ന് പറയുന്നത് നമ്മുടെ സൗത്ത് ഇന്ത്യൻ സ്റ്റേറ്റ്സിന് പ്രത്യേകിച്ച് ഉള്ളൊരു അസോൾട്ട് ആണ്, സൗത്ത് ഇന്ത്യൻ സ്റ്റേറ്റ്സിനെതിരെയുള്ള ആക്രമണമാണ് എന്ന അതിശക്തമായ ഭാഷയിൽ കേരളത്തിലെ BJP-കാരെ അടക്കം ടാഗ് ചെയ്ത് സ്റ്റാലിൻ പോസ്റ്റ് ചെയ്തത് വളരെ കൗതുകം ഉണർത്തുകയും ചെയ്തു. അപ്പൊ എന്താണ് ഡീലിമിറ്റേഷൻ എന്ന് പല ആൾക്കാർക്കും ഒരു സംശയം തോന്നാം. ആ ഡീലിമിറ്റേഷൻ എന്താണെന്നാണ് നമ്മൾ നോക്കുന്നത്. ഇന്ത്യയിലെ ഡീലിമിറ്റേഷൻ എന്ന് പറഞ്ഞാൽ ഒരു പാർലമെന്ററി കോൺസ്റ്റിറ്റ്യുവൻസിയുടെ ബൗണ്ടറി ജനസംഖ്യക്കനുസരിച്ച് പുനർക്രമീകരിക്കുക, അതിനെയാണ് ഡീലിമിറ്റേഷൻ എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പ്രധാനമായും നമ്മുടെ സൗത്ത് ഇന്ത്യൻ സ്റ്റേറ്റ്സ് ആണ് ഇതിൽ ബാധിതമാകുന്നത്. കാര്യം നമ്മളാണ് ജനസംഖ്യാ നിയന്ത്രണം നോർത്ത് ഇന്ത്യൻ സ്റ്റേറ്റ്സിനേക്കാളൊക്കെ ഇഫക്റ്റീവ്ലി നടപ്പാക്കിയത്. അതായത് ബീഹാർ, ഉത്തർപ്രദേശ് പോലെയുള്ള സംസ്ഥാനങ്ങളെക്കാൾ നമ്മുടെ കേരളം, തമിഴ്നാട് പോലുള്ള സംസ്ഥാനങ്ങൾ വളരെ ഇഫക്റ്റീവായി ഇത് നടപ്പാക്കി. തമിഴ്നാട്ടിലെ ഫെർട്ടിലിറ്റി റേറ്റ് 1.6 ആണ്, കേരളത്തിലെ 1.8, 1.9 ആണ്. എന്നാൽ ഉത്തർപ്രദേശിലെ 2.7-ഉം ബീഹാറിലെ 3.2-ഉം ഒക്കെയാണ്. അപ്പോ ആ അർത്ഥത്തിൽ പോപ്പുലേഷന്റെ ബേസിൽ സീറ്റ് നോർത്ത് ഇന്ത്യക്കാർക്ക് കൂടുതൽ കിട്ടുകയാണെങ്കിൽ നമ്മുടെ പ്രാധാന്യവും പ്രസക്തിയും കുറയും എന്നുള്ളതാണ് ഇതിന്റെ അടിസ്ഥാനം. നോർത്ത് ഇന്ത്യ എന്ന് പറയുമ്പോൾ പ്രധാനമായിട്ട് ഈ ഹിന്ദി ബെൽറ്റിലെ സ്റ്റേറ്റുകളിലാണ് ജനസംഖ്യ ക്രമാതീതമായി കൂടിയെന്ന് ശ്രീ സ്റ്റാലിൻ ഒക്കെ പറയുന്നത്. അപ്പം 3.2 ഒക്കെ ഉണ്ടെങ്കിൽ അത് ക്രമാതീതമായി കൂടുതൽ എന്ന് തന്നെ നമുക്ക് പറയാം. 2.1 ആണ് ആ ഫെർട്ടിലിറ്റി റേറ്റ് എല്ലാവർക്കും വേണ്ടത്. അത് 3-ലധികമായി എന്ന് പറയുമ്പോൾ അതൊരു പ്രശ്നം തന്നെയാണ്. അല്ലെങ്കിൽ 2 to 3-ക്കുള്ളിൽ നിൽക്കുകയാണെങ്കിൽ അത് ഓക്കെയാണ്. കേരളത്തിനും തമിഴ്നാടിനും 16 സീറ്റുകൾ വരെ നഷ്ടപ്പെടാം എന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. ബീഹാറിനും ഉത്തർപ്രദേശിനും 21 സീറ്റ് എക്സ്ട്രാ ലഭിക്കുമെന്നും പറയുന്നു. ശ്രീ അമിത്ഷാ സൗത്ത് ഇന്ത്യക്കാർക്ക് ഉറപ്പ് തന്നത് 1 സീറ്റ് പോലും കുറയില്ല എന്നാണ്. പക്ഷേ മറുഭാഗത്ത് നോർത്ത് ഇന്ത്യയിൽ സീറ്റുകൾ കൂടുകയാണെങ്കിൽ നമ്മുടെ പ്രാധാന്യം പലപ്പോഴും കുറഞ്ഞു പോകും. അതായത് ഉത്തർപ്രദേശിൽ ഓൾറെഡി 80ഓളം MP-മാരുണ്ട്, കേരളത്തിന് 20 ഉള്ളൂ. ഉത്തർപ്രദേശിൽ 15 കൂടെ കൂടിയാൽ അത്രമാത്രം MP-മാർക്ക് അവർക്ക് കിട്ടും, അത്രമാത്രം ബാർഗെയിനിങ് പവർ കിട്ടും എന്നുള്ളതാണ്. അതോടൊപ്പം മറ്റൊരു പ്രധാനപ്പെട്ട ചോദ്യം പറയുന്നത്, നമ്മുടെ രാജ്യത്തിന് വേണ്ടിയുള്ള എക്കണോമിക് കോൺട്രിബ്യൂഷൻ, സാമ്പത്തികമായ സംഭാവനയിൽ കേരളം, കർണാടക, തമിഴ്നാട് എന്നിവ നമ്മുടെ സൗത്ത് ഇന്ത്യൻ സ്റ്റേറ്റ്സ് ബാക്കി 13 ഈസ്റ്റേൺ സ്റ്റേറ്റ്സിനേക്കാൾ കൂടുതലാണ് നമ്മുടെ രാജ്യത്തിന്റെ GDP-ക്ക് കൊടുക്കുന്നത്. ഉദാഹരണം, തമിഴ്നാട് മാത്രം 8.5% ഇന്ത്യയുടെ GDP-ക്ക് കോൺട്രിബ്യൂട്ട് ചെയ്തു. അപ്പോൾ ഇത്തരത്തിൽ ഒരുപാട് കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന നമുക്ക് വേണ്ട രീതിയിൽ പ്രസക്തിയും പ്രാധാന്യവും കിട്ടുന്നില്ല എന്നാണ് പറയുന്നത്. അതോടൊപ്പം സെന്റർ തിരിച്ചു തരുന്ന ഫണ്ടുകളിലും സൗത്ത് ഇന്ത്യ അണ്ടർ റെപ്രസെന്റഡ് ആണെന്ന് പറയുന്നത്. അങ്ങോട്ടും ഇങ്ങോട്ടും കണക്കുകളും കാര്യങ്ങളും ഒക്കെ പറയുന്നുണ്ട്. എന്തായാലും അത് വളരെ ടച്ച് ആ ഒരു പോയിന്റാണ്. ചില ആൾക്കാർ 888-ലേക്ക് നമ്മുടെ സീറ്റുകൾ കൂടുമെന്നും ചില ആൾക്കാർ 846-ലേക്ക് കൂടും അങ്ങനെ പറയുന്നുണ്ട്. എന്തായാലും 800-ലധികം സീറ്റുകളിലേക്ക് 2026-ന് ശേഷം പോകും എന്നാണ് ലഭ്യമായ കണക്കുകൾ സൂചിപ്പിച്ചിരിക്കുന്നത്. അവസാനത്തെ ഡീലിമിറ്റേഷൻ ഒരു ഫ്രീസ് വന്നത് 1971 സെൻസസിലാണ്. 2022-ൽ അത് അടുത്ത കുറെ വർഷങ്ങളിലേക്ക് 2026-ന് ശേഷത്തിലേക്ക് അത് ഫ്രീസ് ചെയ്യപ്പെട്ടു. 2026-ന് ശേഷമേ പറ്റൂ എന്ന് പറയപ്പെട്ടു. അപ്പൊ എങ്ങനെയാണ് ഇത് ബാലൻസ് ചെയ്യുക എന്നുള്ളതാണ്. ഈ പശ്ചാത്തലത്തിലാണ് സ്റ്റാലിൻ, എന്ന് പറഞ്ഞാൽ നമ്മൾ ശ്രീ എന്നും ജി എന്നും വിളിക്കുന്നത് പോലെയാണ്. തമിഴന്മാർ തിരു എന്നാണ് വിളിക്കുന്നത്. തമിഴന്മാർ മാത്രമല്ല, തമിഴ് സ്വാധീനമുള്ള നമ്മളും തിരുവനന്തപുരം, അതാണ് നമ്മുടെ ട്രിവാൻഡ്രം അല്ലെങ്കിൽ തിരുവനന്തപുരം ആകുന്നത്. അപ്പൊ സ്റ്റാലിൻ ഒരു യുദ്ധത്തിനിറങ്ങുകയും ഒരു ബാലൻസിന് വേണ്ടി ശ്രമിക്കുകയും ചെയ്യുക. 2 കാര്യങ്ങളാണ്.
ഒന്ന്, നമ്മൾ ഇന്ത്യക്കാരാണ്. നമ്മൾ സൗത്ത് ഇന്ത്യക്കാരാണെങ്കിലും നോർത്ത് ഇന്ത്യക്കാരാണെങ്കിലും ഈസ്റ്റ് ഇന്ത്യക്കാരാണെങ്കിലും വെസ്റ്റ് ഇന്ത്യക്കാരാണെങ്കിലും നമ്മൾ ഇന്ത്യക്കാരാണ്. അത് ആ സ്പിരിറ്റ് നമുക്ക് എപ്പോഴും ഒരു കയ്യിൽ വേണം. എന്നാൽ അതോടൊപ്പം ഈ ഡീലിമിറ്റേഷൻ അടക്കമുള്ള കാര്യം നമ്മുടെ കേരളത്തിന്റെയും മറ്റും ലെവറേജ് കുറയ്ക്കും, പ്രാധാന്യം കുറയ്ക്കുമെന്ന് തിരിച്ചറിയുകയും വേണം. എങ്ങനെ നരേന്ദ്രമോദി സർക്കാർ വളരെ സെൻസിറ്റീവായി ഈ കാര്യത്തെ കൊണ്ടുപോകുന്നു എന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ടതാണ്. എന്നിരുന്നാൽ പോലും ഈ ഡീലിമിറ്റേഷൻ അടക്കമുള്ള വിഷയങ്ങൾ വരികയാണെങ്കിൽ കൂടുതൽ കേരളത്തിന് തമിഴ്നാട്ടിനൊക്കെ പ്രാധാന്യം കുറയും എന്ന കാര്യത്തിൽ സംശയമില്ല. നമ്മൾ യഥാർത്ഥത്തിൽ കേന്ദ്ര ഗവൺമെന്റ് നടപ്പാക്കിയ ഈ പോപ്പുലേഷൻ കൺട്രോൾ മെഷർ അടക്കം വളരെ കൃത്യമായി നടപ്പാക്കിയത് കൊണ്ടാണ് യഥാർത്ഥത്തിൽ നമുക്കിപ്പോ ഈ നഷ്ടം നേരിടുന്നത്. ഇവിടെയാണ് ഞാൻ പലപ്പോഴും പറയാറുള്ളത്, ഈ ജനസംഖ്യയെക്കുറിച്ച് ഒരുപാട് പേർക്ക് ഒരുപാട് തെറ്റിദ്ധാരണകളുണ്ട്. നമ്മൾ ജനസംഖ്യ ഒരു ക്രമത്തിന് അതീതമായി കുറയ്ക്കേണ്ട കാര്യമില്ല. എല്ലാവർക്കും 1 മുതൽ 2 കുട്ടികൾ വരെ വേണം. അതാണ് ഹെൽത്തി റേറ്റ്. അതിനെ റീപ്ലേസ്മെന്റ് ലെവൽ ഫെർട്ടിലിറ്റി റേറ്റ് എന്ന് പറയും. എങ്ങനെ ഈ വിഷയം പരിഹരിക്കും എന്ന് കാത്തിരുന്ന് കാണേണ്ടിയിരിക്കുന്നു. എന്നാലും ദക്ഷിണ ഭാരതമാണെങ്കിലും ഉത്തര ഭാരതമാണെങ്കിലും നമ്മൾ ഭാരതമാണ്, ഇന്ത്യയാണ്, ഹിന്ദുസ്ഥാനാണ് എന്ന തിരിച്ചറിവിൽ ഇതൊരു സമവായത്തിൽ തീരട്ടെ എന്ന് പ്രതീക്ഷിക്കുന്നു. സ്റ്റാലിൻ അതിശക്തമായി നിലപാടെടുക്കുന്നത് നമ്മൾ സൗത്ത് ഇന്ത്യക്കാർക്ക് നല്ലതാണ്. അപ്പം കുറച്ചുകൂടെ പ്രഷർ നമ്മുടെ ഇന്ത്യ ഗവൺമെന്റിന് മേളിലൊക്കെ വരും. അങ്ങനെ ഒരു ബാലൻസിലേക്ക് ഇത് എത്തിച്ചേരാൻ കഴിയുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. നമസ്കാരം.